രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സൗന്ദര്യ ലഹരി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും കണ്ണൻ്റെ രാധ, കൃഷ്ണൻ്റെ രാധയുടെ ജീവിതകഥ അവതരിപ്പിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് സൗന്ദര്യ ലഹരിയുടെ ക്ലാസ്. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് കൊല്ലത്താണ്, ഞാൻ ഇവിടെ വന്നാൽ മതി. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും തിരിച്ചു തരും എന്നുള്ളതാണ് എൻ്റെ ഇത്. പിന്നെ ഇവിടെ എന്താ പറയേണ്ടത്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമാണ്. പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്. അതേ കണക്ക് തന്നെ അതിനകത്ത് കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജീവിതകഥ മുഴുവനും ഞാൻ ഇട്ടിട്ടുണ്ട്. ഭക്തമീരയുണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്. എന്നും രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് 5:30 മണിയാകുമ്പം കിട്ടിയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ഒരു ദിവസം തുടങ്ങാൻ അത് സഹായിക്കും. പിന്നെ രാധികാ കവചൻ 2 പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ രാധാ മാനസതന്ത്രം, മാനസരത്നം എന്ന് പറയുന്ന അതിനിഗൂഢമായ രാധാറാണിയുടെ പിന്നെ സഹസ്രനാമത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ അൽബ പാടിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതേ നമ, ഓം ശ്രീ രാധാകൃഷ്ണായ നമ, ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്.
ഇന്ന് സൗന്ദര്യ ലഹരി ഇത് പാടിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതനായി മാറിക്കഴിഞ്ഞാൽ സുനിലാണ്. രാധേ രാധേ ചാനലിനും രാധേ രാധേ ചാനലിൻ്റെ പ്രേക്ഷകർക്കും അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ് സുനിൽ എന്ന് പറയുന്നത്. ഞങ്ങളുടെ തുടക്കം തൊട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സുനിൽ എനിക്കൊരു കുഞ്ഞനുജനെ പോലെയാണ്. അപ്പോൾ സുനിൽ വളരെ ഭക്തിപൂർവം ഹൃദയത്തിൽ തട്ടി അതിമനോഹരമായിട്ട് തന്നെയാണിത് ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ, നമ്മളിത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എല്ലാം സ്ത്രീകൾ പാടിയാൽ പോരാ, തികച്ചും വേറിട്ടൊരു ശബ്ദം വേണം. അങ്ങനെയാണ് ഞാൻ സുനിലിനോട് ആവശ്യപ്പെടുന്നത് ഇത് പാടാനായിട്ട്. പക്ഷേ എല്ലാ പ്രേക്ഷകരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുനിൽ വളരെ മനോഹരമായി പാടി, സുനിലിനെ കൊണ്ട് പാടിച്ചത് വളരെ നന്നായി എന്നെന്നോട് എല്ലാവരും പറഞ്ഞു. അപ്പോൾ സുനിലിന് അഭിനന്ദനങ്ങൾ. സുനിൽ ഇതാ അതിമനോഹരമായി പാടുകയാണ്. അതിനുശേഷം സൗന്ദര്യ ലഹരി ആരംഭിക്കും. അവിദ്യാനന്ദ മന്ദസ്തിമിരമിഹിരദീപനഗരീ ജഡാനാം ചൈതന്യ സ്തവകമകരന്തരശ്രുതിജരീ ദരിദ്രാണാം ചിന്താമണി ഗുണനികാ ജന്മജലധോ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിപുവരാഹസ്യ ഭവതി. അപ്പോൾ നമ്മുടെ സുനില് അത് ഭംഗിയായി പാടിയല്ലോ. ഇനി ഞാൻ പഠിപ്പിക്കാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജോ എന്നെ ഒന്ന് കോളോ ചെയ്താൽ നിശ്ചയമായും നിങ്ങൾക്കത് ഞാൻ അയച്ചു തരും. ദേ നോക്കേ, അവിദ്യാനാമന്ദസ്തിമിര മിഹിരദ്വീപ നഗരി ജഡാനാം ചൈതന്യസ്തവക മകരന്ദ ശ്രുതിജരി ദരിദ്രാണാം ചിന്താമണി ഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്ര മുരരിപുവരാഹസ്യ ഭവതി. അപ്പോൾ ഇനി അർത്ഥം എഴുതിക്കോ എന്താണെന്നുള്ളത്. അവിദ്യാനാം അജ്ഞാനികൾക്ക് എന്ന് വെച്ചാൽ അറിവില്ലാത്തവർക്ക്, അവിദ്യാനാം അജ്ഞാനികൾക്ക് അറിവില്ലാത്തവർക്ക്, അന്തസ്തിമിര മിഹിര ദീപ നഗരി ഒറ്റ വാക്കാണ്, അന്തസ്തിമിര മിഹിര ദീപ നഗരി. അർത്ഥം ഉള്ളിലുള്ള അന്ധകാരത്തെ കോമായിട്ടിട്ട് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് സമുദ്രമധ്യത്തിലുള്ള സൂര്യോദയം പോലെ. അത്രയുമാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഇതിൻ്റെ അർത്ഥം ഒന്നും കൂടെ പറഞ്ഞു തരാം. ഉള്ളിലുള്ള ഇരുട്ട് അന്ധകാരത്തെ, അതായത് അജ്ഞാനത്തെ. അപ്പോൾ ഉള്ളിലുള്ള, നിങ്ങൾ അർത്ഥം വേണമെങ്കിൽ ഇങ്ങനെ എഴുതിച്ചോ, ഉള്ളിലുള്ള ഇരുട്ടിനെ നശിപ്പിക്കുന്നതിന് സമുദ്രമധ്യത്തിലുള്ള സൂര്യോദയം പോലെ ജഡാനാം, ജഡാനാം മന്ദന്മാർക്ക്, മന്ദബുദ്ധികൾക്ക്, ജഡാനാം എന്ന് പറഞ്ഞാൽ മന്ദന്മാർക്ക്, അതായത് ബുദ്ധി ഇല്ലാത്തവർക്ക് എന്നർത്ഥം. ചൈതന്യസ്തവക അർത്ഥം ബുദ്ധി വികാസമാകുന്ന, ബുദ്ധി വികാസമാകുന്ന കൽപ്പക വൃക്ഷ പൂങ്കുലയിൽ എന്നാണ് അർത്ഥം. ചൈതന്യസ്തവക എന്ന് പറഞ്ഞാൽ ബുദ്ധി വികാസമാകുന്ന കൽപ്പക വൃക്ഷ പൂങ്കുലയിൽ. മകരന്തം, മകരന്തം പൂന്തേൻ, ശ്രുതിജരി പ്രവാഹം ഒഴുക്ക്, ദരിദ്രാണാം, ദരിദ്രാണാം ദരിദ്രന്മാർക്ക്, ദരിദ്രാണാം ദരിദ്രന്മാർക്ക്, ചിന്താമണി ഗുണനിക, ചിന്താമണി ഗുണനിക എന്ന് പറഞ്ഞാൽ ഇഷ്ടങ്ങളെല്ലാം കൊടുക്കുന്ന ചിന്താമണി രത്നത്തിൻ്റെ കൂട്ടം, ഇഷ്ടങ്ങളെല്ലാം കൊടുക്കുന്ന ചിന്താമണി രത്നത്തിൻ്റെ കൂട്ടം. ജന്മജലധൗ അർത്ഥം ജനന മരണ രൂപമായ സംസാര സമുദ്രത്തിൽ, ജനന മരണ രൂപമായ സംസാര സമുദ്രത്തിൽ. നിമഗ്നാനാം, നിമഗ്നാനാം മുങ്ങിക്കിടക്കുന്നവർക്ക്, നിമഗ്നാനാം മുങ്ങിക്കിടക്കുന്നവർക്ക്. ദംഷ്ട്ര ഉയർത്തുന്നതിന് സാമർഥ്യമുള്ള തേറ്റ, കൊമ്പ് ഉയർത്തുന്നതിന് സാമർഥ്യമുള്ള തേറ്റ, അതായത് കൊമ്പ്. മുരരിപു വരാഹസ്യ അർത്ഥം വിഷ്ണുവിൻ്റെ അവതാരമായ ആദിവരാഹത്തിൻ്റെ. ഭവതി, ഭവതി ഭവിക്കുന്നു. അപ്പം അർത്ഥം എഴുതിയല്ലോ.
മൊത്തത്തിലൊന്ന് അർത്ഥം പറഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചു പറഞ്ഞു തരാം. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഭഗവതി, അല്ലയോ ദേവി, ദേവിയുടെ പാദധൂളി, ധൂളി എന്ന് പറഞ്ഞാൽ പൊടി, ദേവിയുടെ പാദധൂളി അല്ലെങ്കിൽ പാദത്തിലെ പൊടി അജ്ഞാനികൾക്ക്, അറിവില്ലാത്തവർക്ക് ഉള്ളിലുള്ള, അതായത് ഹൃദയത്തിലുള്ള മോഹ അന്ധകാരത്തെ നശിപ്പിക്കുന്ന 1000 കിരണ സൂര്യൻ്റെ ഉദയസ്ഥാനമായ സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള നഗരിയാകുന്നു. മന്ദബുദ്ധികൾക്കിത് ബുദ്ധി നൽകുന്നു. ദേവിയുടെ പാദത്തിലെ പൊടിയുണ്ടല്ലോ, അതവർക്ക് കൽപ്പകവൃക്ഷ പൂങ്കുലയിൽ നിന്നുണ്ടായ പൂന്തേനിൻ്റെ പ്രവാഹമാണ്. ദേവിയുടെ പാദധൂളി ദരിദ്രന്മാർക്ക് ഇഷ്ടങ്ങളെല്ലാം കൊടുക്കുന്ന ചിന്താമണി രത്നത്തിൻ്റെ കൂട്ടമാണ്. ജനന മരണ രൂപമായ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് വിഷ്ണുവിൻ്റെ അവതാരമായ ആദിവരാഹത്തിൻ്റെ ജലത്തിൽ നിന്ന് ഉയർത്തിയെടുക്കുന്നതിന് കഴിവുള്ള കൊമ്പ്, അതായത് തേറ്റയാണ് ദേവിയുടെ പാദധൂളി. ശ്രീദേവി പാദധൂളി ദേവി ഉപാസകർക്ക് എന്ത് ചെയ്യുന്നു? സർവവിധ ഐശ്വര്യങ്ങളും നൽകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സാരാംശം ഞാൻ പറഞ്ഞത്. ഇനി ഇത് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. ഇവിടെ പറയുകയാണ്, അല്ലയോ ഭഗവതി, ദേവിയുടെ പാദത്തിലെ പൊടികളുണ്ടല്ലോ, അറിവില്ലാത്തവരുണ്ട് ഈ ഭൂമിയിൽ, അജ്ഞാനികള്, അവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കഴിവുള്ളതാണ് ഈ ധൂളി. അപ്പൊ ദേവിയുടെ പാദത്തിലെ ധൂളിയെ ധ്യാനിച്ചാൽ ഏതു മൂഢനും അസാധാരണമായ അറിവുണ്ടാകും. ഇവിടെ അജ്ഞാനികളെന്ന് പറയുന്നത് പ്രപഞ്ച രഹസ്യം അറിയാൻ പാടില്ലാത്തവരെയാണ് അജ്ഞാനികളെന്ന് പറയുന്നത്. അവര് പല പല മോഹങ്ങൾക്ക് അടിമകളാണ്. മോഹം സത്യത്തെ മറയ്ക്കുന്ന അന്ധകാരമാണ്. അതായത് നമുക്ക് പലതിനോടും മോഹങ്ങളാണ്, അല്ലേ? നമുക്ക് എന്തിനോടാണ് മോഹമില്ലാത്തത്? വീടിനോട് മോഹം, സ്ത്രീകളോട് മോഹം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷനോട് മോഹം, അങ്ങനെ മക്കളുണ്ടാകണമെന്ന മോഹം. ഈ മോഹം എന്ന് പറയുന്നത് ഒരു ഇരുട്ടാണെന്നാണ് ശിവഭഗവാൻ പറയുന്നത്. അപ്പം ഭൂമിയിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോഹങ്ങൾക്ക്, പലവിധ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവനാണ് ഭൂമിയിലെ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവനെ അജ്ഞാനി എന്ന പേര് വിളിക്കാം. ഇവൻ ഇരുട്ടിലാണ് കിടക്കുന്നത്. മോഹമാകുന്ന ഇരുട്ടിൻ്റെ അടിമകളാണ് അവരെല്ലാം. ഈ പല പല കാര്യങ്ങളോട് നിങ്ങൾക്ക് മോഹം വരുന്നത് കൊണ്ട്, വീടിന് വീട് വേണമെന്ന മോഹം, വാഹനം വേണമെന്ന മോഹം, സ്ത്രീകളോട് മോഹം, സ്ത്രീകൾക്ക് പുരുഷന്മാരോട് മോഹം, പിന്നെ ധനത്തിന് മോഹം, അങ്ങനെ പല അധികാരത്തിനോട് മോഹം. ഈ മോഹം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് പ്രപഞ്ച സത്യം, ബ്രഹ്മരഹസ്യം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരാതെ മറഞ്ഞു കിടക്കുകയാണ്. ദേവിയുടെ പാദത്തിലെ പൊടിയെ ഒന്ന് സ്മരിച്ചാൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പം നിങ്ങളുടെ ഹൃദയം ഇരുട്ടിൽ വീണ് കിടക്കുകയാണ്. നിങ്ങൾ ദേവിയുടെ പാദത്തിലെ പൊടിയെ ഒന്ന് സ്മരിച്ചാൽ 1000 സൂര്യകിരണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നിച്ചുദിക്കും. അതായത് ദേവിയുടെ കൃപയാണത്. ദേവിയുടെ കൃപാകടാക്ഷമാകുന്ന 1000 സൂര്യകിരണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉദിച്ചു ഉയരും. അതോടുകൂടി നിങ്ങൾക്ക് ഈ പലതരം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മോഹങ്ങൾ അസ്തമിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ അജ്ഞാനം നീങ്ങി അവിടെ ജ്ഞാനം പ്രകാശിക്കും. ഇപ്പൊ സൂര്യൻ ഉദിച്ചുയരുന്നത് സമുദ്ര മധ്യത്തിൽ നിന്നാണ്. അപ്പൊ സൂര്യൻ ഉദിച്ചുയരുന്ന സമുദ്രമധ്യം എപ്പോഴും അങ്ങേയറ്റം പ്രകാശമയമായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഹൃദയവും സൂര്യൻ ഉദിച്ചുയരുന്ന സമുദ്രമധ്യം അതൊരു നഗരമാണെന്ന് സങ്കല്പിക്കുന്നു. ആ നഗരി പോലെ ശോഭിക്കും. നിങ്ങളുടെ ഹൃദയത്തിലെ അജ്ഞാനം മുഴുവൻ നശിക്കും. ഇവിടെ 1000 സൂര്യന്മാരുടെ പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനപ്രകാശമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ മനുഷ്യനും പലവിധ മോഹങ്ങൾക്ക് അടിമകളാണ്. ഈ മോഹം മുഖാന്തരം അവൻ്റെ ഹൃദയം മുഴുവനും
മനസ്സ് മുഴുവനും ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹൃദയത്തിനും അപ്പുറമുള്ള ആ ചെറിയ സൂക്ഷ്മമായ ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന പ്രപഞ്ച രഹസ്യം എന്തെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യുന്നു? പ്രപഞ്ച രഹസ്യം കിട്ടാൻ ചിലർ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്നു, ചിലർ 1000 വ്രതങ്ങൾ എടുക്കുന്നു, ചിലരങ്ങ് അമ്പലത്തിൽ തന്നെ കിടക്കുന്നു. ഇതൊന്നും വേണ്ട. ദേവിയുടെ പാദത്തിൻ്റെ പൊടി അതിനെക്കുറിച്ചൊന്ന് സ്മരിച്ചാൽ അപ്പൊ സമുദ്രമധ്യത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്നത് പോലെ, അങ്ങനെ ഉദിച്ചുയരുമ്പോൾ കടലിൻ്റെ നടുക്ക് പ്രകാശം പരക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ദേവിയുടെ കരുണയാകുന്ന സൂര്യൻ ഉദിച്ചുയരുകയും നിങ്ങളുടെ എല്ലാ മോഹങ്ങളും നശിക്കുകയും പ്രപഞ്ച രഹസ്യം നിങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരികയും ചെയ്യും. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇല്ലേ, രാധാറാണിയുടെ പാദത്തിൻ്റെ മഹിമ എന്തെന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലേ? അതും ഇതും കൂടെ ചേർത്ത് വായിക്കുമ്പം മനസ്സിലാകും. അത് കണ്ടിട്ടില്ലാത്തവരത് കാണണം. ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നതും, അതേപോലെ തന്നെ ക്യാൻസർ രോഗം വന്നവർക്ക് അത് മരുന്ന് കഴിച്ചാൽ ഏത് സ്റ്റേജിലുള്ളതാണെങ്കിലും അത് സുഖമാവുകയും ചെയ്യുന്നതാണ് രാധാപാദ പൂജ. അതെങ്ങനെ വേണമെന്ന് ഞാൻ ചൊവ്വാഴ്ചയുള്ള രാധയുടെ പ്രണയത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ എൻ്റെ 96453339 ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ തരും. അപ്പം ഇപ്പം ദേവിയുടെ പാദത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. രാധാറാണിയുടെ പാദത്തിൻ്റെ ശക്തി എന്താണെന്നാണ് ഞാൻ ചൊവ്വാഴ്ച പറഞ്ഞത്. ഈ രാധാറാണിയെയാണ് ആദിപരാശക്തി. ആ രാധാറാണിയെക്കുറിച്ച് തന്നെയാണ് ഈ സൗന്ദര്യ ലഹരിക്കകത്ത് പറയുന്നതെന്ന സത്യവും നിങ്ങൾ മനസ്സിലാക്കുക. ആദിപരാശക്തി എന്ന് പറയുന്നത് രാധാജിയാണ്. ആ രാധാജിയുടെ പാദത്തിൻ്റെ മഹിമയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ശിവഭഗവാനും അത് തന്നെയാണ് പറയുന്നത്. ദേവിയുടെ പാദധൂളി, പാദത്തിലെ പൊടി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മന്ദബുദ്ധികൾ പോലും വലിയ ബുദ്ധിമാന്മാരായി മാറും. അതല്ലേ കാളിദാസൻ, മഹാമണ്ഡനായിരുന്ന കാളിദാസന് സർവവിധ ബുദ്ധിയും കൊടുത്തത് ആരാണ്? കാളീദേവിയാണ്. ആ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇരിക്കുന്ന കൊമ്പ് മുറിച്ച വിഡ്ഢിയായ അദ്ദേഹത്തെ ഇന്ന് ലോകം മുഴുവനും ഓർക്കുന്ന കവിയായി മാറി. അപ്പൊ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച പമ്പര വിഡ്ഢിക്ക് പോലും അസാമാന്യമായ ബുദ്ധിശക്തി വാരിക്കോരി കൊടുത്തതിൻ്റെ തെളിവ് നമുക്കുണ്ടതാണ് കാളിദാസൻ. അപ്പൊ ദേവിയുടെ പാദത്തിലെ പൊടി ഒന്ന് സ്മരിച്ചാൽ മന്ദബുദ്ധികൾക്ക് പോലും ജ്ഞാനം, ബുദ്ധി ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ബുദ്ധിശക്തിക്ക് വേണ്ടിയും പഠിക്കാനുള്ള മിടുക്കിന് വേണ്ടിയും മൂകാംബികാ ദേവിയുടെ അടുത്ത് പോകുന്നത്. അവിടെ ചെന്ന് ത്രിമധുരം നിത്യവും സേവിച്ചാൽ മതി, ഏത് മന്ദബുദ്ധിയും ബുദ്ധി ഉള്ളവനായിട്ട് മാറും. അപ്പോൾ കൽപ്പക വൃക്ഷത്തിൻ്റെ പൂങ്കുലയിൽ നിന്നുണ്ടാകുന്ന പൂന്തേനിൻ്റെ പ്രവാഹം പോലെ ദേവിയുടെ കാരുണ്യം, അതായത് ദേവിയുടെ പാദത്തിലെ പൊടിയെ നിങ്ങൾ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൽപ്പവൃക്ഷത്തിൻ്റെ പൂങ്കുലയിൽ നിന്നുണ്ടാകുന്ന പൂന്തേനിൻ്റെ പ്രവാഹം പോലെ ദേവിയുടെ കാരുണ്യം മന്ദബുദ്ധികളുടെ ശരീരത്തിലും മനസ്സിലും പിന്നെ ബുദ്ധിയിലും എല്ലാം ഇങ്ങനെ പടർന്നു കയറും. എന്താ കൽപ്പക വൃക്ഷ പൂങ്കുല എന്ന് പറഞ്ഞത്? അതൊരിക്കലും അവസാനിക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഒരിക്കൽ ദേവി കടാക്ഷിച്ചാൽ ആ കടാക്ഷം ഇങ്ങനെ പുറത്ത് പ്രവഹിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും നിൽക്കത്തില്ല. കണ്ടില്ലേ രാധാറാണി എന്നെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ലോകത്താരെയും പ്രാർത്ഥിക്കാറില്ല, ആരെയും ഞാൻ പൂജിക്കാറുമില്ല. ഞാൻ രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എന്നെ എങ്ങനെയാണ് രാധാറാണി കാത്തു സൂക്ഷിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇനി അപ്പം ഇവിടെ ദേവിയുടെ പാദത്തിലെ പൊടിയെക്കുറിച്ച് ഓർത്താൽ നിങ്ങളുടെ ഹൃദയത്തിലെ മോഹമാകുന്ന അന്ധകാരം മാറ്റി നിങ്ങൾക്ക് പ്രപഞ്ച രഹസ്യം തുറന്നു തരും. 2, ദേവിയുടെ പാദത്തിലെ പൊടികളെ നിങ്ങൾ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മന്ദബുദ്ധിയും അസാമാന്യമായ ബുദ്ധിശാലിയായി മാറും.
ഇരിക്കുന്ന കൊമ്പ് മുറിച്ച കാളിദാസൻ എന്ന, അന്ന് കാളിദാസന്റെ പേരതല്ല, അപ്പൊ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച മഹാവിഡ്ഢിയെ പോലും കാളിദാസനാക്കി മാറ്റാൻ ദേവിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി മൂന്നാമത്തെ കാര്യം, ദേവിയുടെ പാദത്തിലെ ഒരു മൺതരി, ഒരു ചെറിയ പൊടിയെ നിങ്ങൾ സ്മരിച്ചാൽ ഏത് ദരിദ്രനും അവൻ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടും. അതാ പറയുന്നത്. ദേവിയുടെ പാദത്തിലെ പൊടിയെക്കുറിച്ച് ഒന്ന് ഓർക്കുകയാണെങ്കിൽ ഏത് ദരിദ്രനും നിമിഷങ്ങൾ കൊണ്ട് ധനികനായി മാറും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചിന്താമണി രത്നം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടും. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും തരുന്ന രത്നത്തിന്റെ പേരാണ് ചിന്താമണി രത്നമെന്ന് പറയുന്നത്. അപ്പോൾ ചിന്താമണി രത്നം കയ്യിൽ വെച്ചിട്ട് എനിക്കിപ്പോൾ എൻ്റെ വീട് മുഴുവനും സ്വർണമാകട്ടെ എന്ന് പറഞ്ഞാൽ സ്വർണമാകും. അപ്പൊ ദേവിയുടെ പാദത്തിലെ പൊടിയെ ഒന്ന് സ്മരിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ആയിരക്കണക്കിന് ചിന്താമണി രത്നങ്ങൾ വന്നു ചേരും. അങ്ങനെ ദരിദ്രൻ ആരായി മാറും? ഏറ്റവും വലിയ ധനികനായി മാറും. ദേവി അനുഗ്രഹിച്ചാൽ പിന്നെ അതൊരു ഒന്നൊന്നര അനുഗ്രഹമാണ്. ജനന മരണ രൂപമായ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ ഈ ലോകത്തെ എന്താ പറയേണ്ടത്? സമുദ്രമായിട്ടാ പറയുന്നത്, സംസാര സമുദ്രം. ഈ സംസാര സമുദ്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഭാര്യ, ഭർത്താവ്, മക്കള്, ഇതിനകത്ത് ഇങ്ങനെ കുരുങ്ങി കിടന്ന് വീണ്ടും ഏതെങ്കിലും ഗർഭപാത്രത്തിൽ ചെന്ന് വീണ് അവിടുന്ന് പുറത്ത് വന്ന് വീണ്ടും അടുത്ത ഏതെങ്കിലും ഒരു ഭാര്യ, ഭർത്താവ്, വേറെ കുറെ മക്കള്, ഇങ്ങനെ ജനനവും മരണവും ഒന്നിനു പിറകെ ഒന്നായി വേട്ടയാടി സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവരാണ് നമ്മൾ. ഈ സമുദ്രത്തിൽ മുങ്ങാതെ നമ്മളെ ആരെങ്കിലും ഒന്ന് ഉയർത്തി തന്നിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടവരായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം, നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇതെല്ലാം ഒരു മായയാണെന്ന് മനസ്സിലാക്കാതെ അങ്ങേയറ്റത്തെ ഭക്തിയുള്ളവർ പോലും ഇത് കഴിഞ്ഞ ജന്മത്തെൻ്റെ ഭർത്താവായിരുന്നു, കഴിഞ്ഞ ജന്മത്തെൻ്റെ ഭാര്യയായിരുന്നു എന്ന് തിരക്കി നടക്കുകയാണ്. നിങ്ങൾ വീണ്ടും മായയിൽ നിന്ന് മായയിലേക്ക് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ എന്തു ചെയ്യുന്നു? മക്കള്, ഭാര്യ, ഭർത്താവിനോടൊട്ടി ഈ ജന്മം അവസാനിച്ച് വീണ്ടും വേറൊരു ഗർഭപാത്രത്തിൽ ചെന്ന് വീഴും. അപ്പോഴോ വേറെ കുറെ പേര് മക്കളായിട്ടങ്ങ് വരും. ഈ സത്യം തിരിച്ചറിയാതെ നമ്മൾ കിടക്കുകയാണ്. ഇങ്ങനെ ഈ സംസാര സമുദ്രം, അതായത് ഭാര്യ, മക്കള്, അണ്ണൻ, ചേച്ചി, പിന്നെ അനിയൻ, ഇത്തരത്തിൽപ്പെട്ട ബന്ധത്തിൽ മുങ്ങിക്കിടക്കുന്ന നമ്മളെ ആരെങ്കിലും ഒന്ന് ഉയർത്തിത്തരണ്ടേ? പണ്ട് ഹിരണ്യാക്ഷനെ വധിച്ച് സമുദ്രത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഭൂമിയെ തൻ്റെ കൊമ്പ് കൊണ്ട് വിഷ്ണു ഭഗവാൻ ഉയർത്തി തന്നത് ഓർമ്മയില്ലേ വരാഹ അവതാരത്തിൽ? അതുപോലെ സംസാര സാഗരത്തിൽ കിടക്കുന്ന നമ്മളെയും ഒന്ന് ഉയർത്താൻ ആ ഒരു കൊമ്പ് വേണം. നല്ലപോലെ മനസ്സിലായ? ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിക്കടിയിൽ അവിടുത്തെ സമുദ്രത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഭൂമിയെ വിഷ്ണു ഭഗവാൻ വരാഹ രൂപത്തിൽ വന്ന് തൻ്റെ കൊമ്പ് കൊണ്ട് ഉയർത്തി. ഇതുപോലെ ഭാര്യ, മക്കൾ എന്നീ ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്മളെയും ആരെങ്കിലും ഒന്ന് ഉയർത്തണം. അത് ഉയർത്താതെ നമുക്ക് രക്ഷയില്ല. അങ്ങനെ ഉയർത്താൻ നമുക്കൊരാളുണ്ട്, അതാണ് ദേവി. ദേവിയെ നിങ്ങൾ മൊത്തത്തിൽ സ്മരിക്കണ്ട. ദേവിയുടെ പാദത്തിലെ ഒരു പൊടിയെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ മതി. അതോടുകൂടി നമ്മുടെ വിഷ്ണു ഭഗവാൻ പിന്നെ വരാഹത്തിന്റെ രൂപമെടുത്ത് ഭൂമിയെ പൊക്കിക്കൊണ്ട് വന്നതുപോലെ ദേവി നമ്മളെ സംസാര സാഗരത്തിൽ, അതായത് ജനന മരണ ചക്രത്തിൽ മുങ്ങിക്കിടക്കുന്ന നമ്മളെ ദേവി ഉയർത്തുകയും പിന്നീട് ഒരിക്കലും ജനനവും മരണവും ഇല്ലാത്ത സുഖകരമായ അവസ്ഥയിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്യും. അങ്ങനെ ശ്രീദേവിയുടെ പാദധൂളി ദേവി ഉപാസകർക്ക് അറിവിനെയും ബുദ്ധിവികാസത്തെയും ഐശ്വര്യത്തെയും
മോക്ഷത്തെയും എല്ലാം കൊടുക്കുന്നതിന് കഴിവുള്ളതാണെന്ന് ഇത് ആരാ പറയുന്നത്? ശിവനാണേ പറയുന്നത്, ഞാനല്ല. ശിവഭഗവാൻ പറയുകയാണ്, ശ്രീദേവിയുടെ പാദധൂളി ദേവീ ഉപാസകർക്ക് ജ്ഞാനത്തെയും ബുദ്ധിവികാസത്തെയും ഐശ്വര്യത്തെയും മോക്ഷത്തെയും എല്ലാം കൊടുക്കുന്നതിന് കഴിവുള്ളതാണെന്ന സത്യം അറിയുക. ഇവിടെ സ്വാഭാവികമായും നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർ ഒരു ചോദ്യം ചോദിക്കും. ദേവിയുടെ പാദത്തിലെ പൊടി അത് വേറെ ഏതോ ബ്രഹ്മാണ്ടത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ആ ദേവിയുടെ പാദത്തിലെ പൊടിക്ക് ഇവിടിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ വികാരങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ ആ ദേവി അവിടെ ഇരുന്നുകൊണ്ട് കോടിക്കണക്കിന് ദൂരം അകലെയുള്ള ഇവിടുത്തെ മന്ദബുദ്ധിയായ മനുഷ്യന് ബുദ്ധിയും ധനവും മോക്ഷവുമൊക്കെ എങ്ങനെ തരും? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളല്ലേ എന്ന ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. തികച്ചും സ്വാഭാവികമാണ്, ന്യായമാണ്, അല്ലേ? ദേവിയുടെ പാദത്തിലെ ഒരു പൊടിക്ക് ആ ദേവി വേറെ ഏതോ ബ്രഹ്മാണ്ടത്തിലാണ്, അവിടുന്ന് അനന്ത കോടി ദൂരം അകലെയാണ് നമ്മളിരിക്കുന്നത്. അപ്പൊ ആ പാദത്തിലെ പൊടിക്ക്, ആ കണികയ്ക്ക് എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഐശ്വര്യങ്ങളും ബുദ്ധിയും ധനവും ഒക്കെ തരുന്നത്? ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ ക്വാണ്ടം തിയറിയുടെ പ്രസക്തി. ക്വാണ്ടം എന്ന ഊർജതലം രണ്ടായി പിരിയുന്നുണ്ടല്ലോ, ഇലക്ട്രോണും പോസിട്രോണും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ക്വാണ്ടം എന്നത് രണ്ടായി പിരിയുകയാണ്. ഒന്ന് ഇലക്ട്രോണും രണ്ടാമത്തത് പോസിട്രോണും. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രണ്ട് കണികകളിൽ, അത് ഇലക്ട്രോണും പോസിട്രോണും, ഇലക്ട്രോണിന് സംഭവിക്കുന്ന ചെറിയ മാറ്റം പോലും പോസിട്രോണിനെ ബാധിക്കും. അതുപോലെ തിരിച്ചും പോസിട്രോണിന് സംഭവിക്കുന്ന ചെറിയ മാറ്റം പോലും ഇലക്ട്രോണിനെ ബാധിക്കും. ഇലക്ട്രോണും പോസിട്രോണും തമ്മിൽ അനന്തകോടി ദൂരം അകലെയാണെങ്കിലും സയൻസ് പറയുന്നത് ഇലക്ട്രോണും പോസിട്രോണും തമ്മിൽ പ്രകാശവർഷങ്ങളുടെ അകലത്തിലായിരുന്നാലും ഒന്നിനുണ്ടാകുന്ന ചെറിയ സ്പന്ദനം പോലും മറ്റതിനെ ബാധിക്കും. ഇവിടാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. പോസിട്രോണും ഇലക്ട്രോണും തമ്മിൽ ക്വാണ്ടം തിയറി പറയുന്നത് രണ്ടും തമ്മിൽ എത്ര അകലത്തിലിരുന്നാലും ശരി, ഇലക്ട്രോണിനുണ്ടാകുന്ന ഒരു ചെറിയ സ്പന്ദം പ്രകാശവർഷങ്ങൾ അകലെയിരിക്കുന്ന പോസിട്രോണിനെ ബാധിക്കും. തിരിച്ച് പോസിട്രോണിനുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും ആരെ ബാധിക്കും? ഇലക്ട്രോണിനെയും ബാധിക്കും. ഇവിടെയാണ് അടുത്ത കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ പോസിട്രോൺ എന്ന് ശാസ്ത്രം പറയുന്നതിനെയാണ് ഹിന്ദു ശക്തി അഥവാ ദേവി എന്ന് വിളിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക. ഈ പോസിട്രോൺ എന്നതിനെയാണ് ഹിന്ദു ശക്തി അഥവാ ദേവി എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ എന്നതാണ് നമ്മുടെ ശിവസങ്കല്പം. നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ടാണ് ഇവർ അർദ്ധനാരീശ്വരന്മാരാണ്. ശിവൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. കാരണം ദേവിയുടെ ഒരു ചെറിയ ചലനം പോലും ശിവനെ ബാധിക്കും. ശിവന്റെ ഒരു ചെറിയ ചലനം പോലും ആരെ ബാധിക്കും? ദേവിയെ. അതായത് ഇലക്ട്രോണിന്റെ ഒരു ചലനം പോലും പോസിട്രോണിനെയും, പോസിട്രോണിന്റെ ഒരു ചലനം പോലും ഇലക്ട്രോണിനെയും എന്ത് ചെയ്യും? ബാധിക്കും. അങ്ങനെ പരാശക്തി അതിന്റെ ഉറവിടത്തില് പോസിട്രോൺ എന്നും ഇലക്ട്രോൺ എന്നും രണ്ടായി പിരിഞ്ഞതിനെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ കണികകളുണ്ടല്ലോ, ഈ കണികകളുടെ ചലനത്തെയാണ് ഹിന്ദുക്കള് ശിവന്റെ താണ്ഡവ നൃത്തം എന്ന് പറയുന്നത്. ഇലക്ട്രോണും പോസിട്രോണും ഈ കണികകളുടെ ചലനത്തെയാണ് നമ്മൾ താണ്ഡവ നൃത്തം, ശിവന്റെ താണ്ഡവ നൃത്തം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഊർജ താണ്ഡവത്തെയാണ് ഹിന്ദുക്കൾ ശിവതാണ്ഡവം എന്ന് വിളിക്കുന്നത്. നല്ലതുപോലെ മനസ്സിലായില്ലേ? ശാസ്ത്രം അതിനെ വിളിക്കുന്ന പേര് ഊർജ താണ്ഡവം. ഈ ഊർജ താണ്ഡവം തന്നെയാണ് ഹിന്ദുക്കളുടെ ശിവതാണ്ഡവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പോസിട്രോണിന്റെ ചലനം ഇലക്ട്രോണിനെയും, ഇലക്ട്രോണിന്റെ ചലനം പോസിട്രോണിനെയും ബാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ശിവശക്തികളെ ആവാഹിച്ച് ധ്യാനിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥന അവിടെ കിട്ടും. അവിടെ ഒന്നും മനസ്സൊന്നലിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇവിടെയും കിട്ടും. അതുകൊണ്ട്
അതുകൊണ്ട് ഇതൊന്നും അന്ധവിശ്വാസമല്ല. ദേവിയുടെ പാദത്തിലെ പൊടിയെ ഇവിടെ ഇരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ദേവിക്കറിയാം. അവിടുന്ന് നമുക്ക് കാരുണ്യത്തിൻ്റെ ഒരു ചലനം തന്നാൽ ആ ചലനം ഇവിടെ ഇരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ. അടുത്ത ശ്ലോകവുമായി ഞാൻ വീണ്ടും വെള്ളിയാഴ്ച വരും. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.